2 ചെടിച്ചട്ടികളും ഇവിടെ നമ്മുടെ തോംസൺ മൾട്ടിവുഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. തോംസൺ മൾട്ടിവുഡ് അടിച്ചതിന് ശേഷം 225 രൂപയാണ് സ്ക്വയർ ഫീറ്റ്, 185 രൂപയാണ് സ്ക്വയർ ഫീറ്റ്. ഡെൻസിറ്റി ചെയ്യാനായിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ടെസ്റ്റ് മെഷർ. പലപ്പോഴും ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്നത്, ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽസാണ്. പല മെറ്റീരിയൽസ് വിട്ട് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തോംസൺ മൾട്ടിവുഡ് കൊണ്ടുണ്ടാക്കിയ ഇൻറ്റീരിയേഴ്സാണ്. അതിൽ പ്രധാനമായിട്ടും കിച്ചണുണ്ട്. കിച്ചണിന് മാത്രമല്ല, ഈ ഫ്ലാറ്റ് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് തോംസൺ മൾട്ടിവുഡ് കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു, എന്തൊക്കെ പ്രത്യേകതകളാണ് അതിനുള്ളത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തോംസൺ മൾട്ടിവുഡ് എന്ന് പറയുമ്പം പലർക്കും സംശയമുള്ള സാധനമാണ്. മൾട്ടിവുഡ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ മൾട്ടിവുഡ് എന്ന് പറഞ്ഞാൽ തോംസൺ എന്ന കമ്പനിയുടെ ഒരു പ്രമുഖ ബ്രാൻഡാണ്. പ്രമുഖ കമ്പനിയായ തോംസണിൻ്റെ ബ്രാൻഡാണ് ആക്ച്വലി മൾട്ടിവുഡ്. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് PVC ബോർഡുകളെക്കുറിച്ച് പലരും പറയുമ്പോൾ പല PVC ബോർഡുകളും മൾട്ടിവുഡ് എന്ന പേരിൽ പലരും പറയാറുണ്ട്. പക്ഷേ തോംസൻ്റെതാണ് മൾട്ടിവുഡ്. നമ്മൾ കയറി വരുമ്പോഴത്തേക്കും കാണുന്ന ഒരു ഏരിയയാണിത്. ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മുടെ മൾട്ടിവുഡ് കൊണ്ടാണ്. ഈ ഏരിയ ഫുള്ള് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രൂവിംഗ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. തോംസൺ മൾട്ടിവുഡ് കൊണ്ട് PU ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പലർക്കും സംശയം തോന്നാം, വെയിറ്റ് താങ്ങുമോ എന്നുള്ളതൊക്കെ. പക്ഷേ കൃത്യമായിട്ട് വെയിറ്റ് താങ്ങുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഇത്. ഇപ്പോൾ നമ്മൾ കണ്ടത് കയറി വരുന്ന ഭാഗത്ത് വലതുവശത്തായിട്ടാണ്. ഇനി പലപ്പോഴും നമ്മൾ ഡെക്കറിങ്ങിൻ്റെ ഭാഗമായിട്ട് താഴെ ഇട്ടിരിക്കുന്ന ടൈല്, അതിനോടൊപ്പം ഈ കോർണർ സോഫാസ്, അതിൻ്റെ കളർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, പിന്നെ ഈ നടുക്കിട്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ കൂടത്തിലൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, ഇത് ടൈല് കട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഇത് സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ നമ്മുടെ തന്നെ ചാനലിൽ വീഡിയോ കണ്ടിട്ടുണ്ടാകും എപ്പോക്സി ഫർണിച്ചറുകളെക്കുറിച്ച്. ഇത് തോംസൺ മൾട്ടിവുഡിൽ ഇത് ചെയ്തെടുത്ത് റൗണ്ടാക്കി എടുത്തതിന് ശേഷം എപ്പോക്സി റെസിൻസ് പോർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. 3 എണ്ണം അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ തോംസൻ്റെ മൾട്ടിവുഡ് കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ നമുക്കതിൽ ചെയ്യാൻ പറ്റും എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. ഒരു വീട്ടിൽ നമ്മൾ ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള അല്ലെ ഇൻറ്റീരിയർ സംബന്ധമായിട്ടുള്ള എന്തും ചെയ്തെടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡാണ്. മൾട്ടിവുഡ് ഗ്രൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്കൂടെ കോപ്പർ ബീഡിങ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. അതായത് TV യൂണിറ്റ്, താഴെ വന്നിരിക്കുന്ന സ്റ്റോറേജ് സ്പേസസ്, ഇതും ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ തന്നെയാണ്. ഇത് മൾട്ടിവുഡിൽ ബ്രോൺസ് മിറർ ഗ്ലാസ് പേസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ തന്നെ കാണാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, എനിക്ക് ആദ്യം വന്ന സമയത്ത് ഇതെന്ത് പ്രൊഡക്റ്റാണ് എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വളരെ പ്രധാനമാണ്. യൂസ് ചെയ്തിരിക്കുന്ന കളർ ഗ്രേ എന്ന് പറയാം വേണമെങ്കിൽ, ലൈറ്റ് ഗ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ, അതായത് ഭിത്തിയോട് ചേർന്ന് 10 mm നമ്മുടെ തോംസൺ മൾട്ടിവുഡ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ 12 mm സ്ട്രിപ്പ് ചെയ്തിരിക്കുന്നതാണ്. അത് ഇവിടുന്ന് തുടങ്ങി, അതായത് വോൾ ക്ലാഡിങ് പോലെ കൊടുത്ത് സീലിങ്ങിൽ കൂടെ വന്ന് സീലിംഗ് ചെയ്തിരിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നടുക്കൂടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റുകളാണ്. മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് ചെറുതാണ്. അപ്പോൾ ഈ ഒരു സംഗതിക്ക് സ്ട്രിപ്പിന് ഇടയ്ക്ക് വരത്തക്ക രീതിയിൽ കൃത്യമായിട്ട് മാഗ്നറ്റിക് ട്രാക്ക് കൊടുത്തിരിക്കുന്നു. ആ ഒരു ഏരിയ അങ്ങനെ കവർ ചെയ്ത് ഇതുവഴി ഈ വാഷിംഗ് ഏരിയയിൽ വന്ന് അവസാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊരു ഏരിയ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് തോംസൺ മൾട്ടിവുഡ് തന്നെയാണ്. ഇനി അതിൻ്റെ വാഷിംഗ് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ്, സാധാരണഗതിയിൽ കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ്. ഈ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈല് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ തോംസൺ മൾട്ടിവുഡിൻ്റെ മുകളിലാണ്. ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് തോംസൺ മൾട്ടിവുഡിൽ തന്നെയാണ്. വെള്ളം വീഴുന്ന ഏരിയയാണ് യഥാർത്ഥത്തിൽ വാഷിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വെള്ളം വീണാലും പ്രശ്നം വരാത്ത രീതിയിൽ ആ വാഷിംഗ് ഏരിയ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നു. കിച്ചണും ഫുള്ള് ചെയ്തിരിക്കുന്നത് തോംസൺ മൾട്ടിവുഡിൽ തന്നെയാണ്. നമുക്ക് കിച്ചണിലേക്ക് കയറാം. കിച്ചണിലോട്ട് കയറുമ്പോഴേക്കും കിച്ചണിൻ്റെ കളർ കോമ്പിനേഷനും ഭയങ്കര അട്രാക്റ്റീവാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ബീജ് വൈറ്റ് ഗ്രേ, ബീജ് വൈറ്റ് എന്ന് വേണേൽ പറയാം, ഗ്രേ എന്ന് പറയുന്നത് അതിൻ്റെ കൂടത്തിൽ അഴുകി ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ വുഡൻ കോമ്പിനേഷൻസും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്കിതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തന്നെ ഈ കൊടുത്തിരിക്കുന്നത് മുകളിൽ കാണുന്നത് ലാക്കേഡ് ഗ്ലാസ് ആണ്. ലാക്കേഡ് ഗ്ലാസ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് തോംസൻ്റെ മൾട്ടിവുഡിലാണ്. താഴെ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് വിനീറാണ്. വിനീർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ടീക്ക് വിനീറാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് വന്നിരിക്കുന്നത് മൈക്ക ലാമിനേറ്റ് ആണ്. അടുത്തൊരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കൊടുത്തിരിക്കുന്നത്, ഇതും വന്നിരിക്കുന്നത് നമ്മുടെ മൾട്ടിവുഡിൽ തന്നെയാണ്, തോംസൺ മൾട്ടിവുഡിൽ തന്നെയാണ്.
ഒരു ഗ്ലാസ് പാർട്ടീഷൻ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്നതാണ് ഇത് കനം വന്നിട്ട് തൂങ്ങുമെന്നൊക്കെ. ഇപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഗ്ലാസ്സുകൾ അതുപോലുള്ള ഏരിയാസൊക്കെ ഇതിനകത്തുള്ളിൽ ചെയ്യുമ്പോഴും നമുക്ക് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ തൂങ്ങിപ്പോകുന്ന പ്രശ്നമൊന്നും നമ്മുടെ തോംസൻ്റെ മൾട്ടിവുഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് സാധാരണഗതിയിൽ വരാറില്ല. ഇനിയിപ്പോൾ വരുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത് ടോൾ യൂണിറ്റാണ്. ഒരു സാധാ ടോൾ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആക്സസറീസൊക്കെ വെച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നോർമലി ഉള്ള ടോൾ യൂണിറ്റ് ഡെപ്ത് കൂടുതലുണ്ട്. അത് നമുക്ക് കസ്റ്റമർക്ക് അത് ആവശ്യമായിരുന്നു, അതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. ഇനി ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നത്. സ്ലാൻഡിങ് മോഡൽ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഓയിൽ പുൾ ഔട്ട്. പലപ്പോഴും നമ്മൾ സാധാരണ ബാക്കിയുള്ള ഏത് മെറ്റീരിയലിട്ട് ചെയ്യുമ്പോഴേക്കും ഉള്ളൊരു പ്രശ്നമാണ് വെള്ളം അതുപോലെ എണ്ണ ഇതൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്കുള്ള ഇഷ്യൂ. പക്ഷേ നമ്മുടെ തോംസൺ മൾട്ടിവുഡ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നത്, അതായത് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. നമ്മൾ സാധാരണ PVC വെച്ചിട്ടുള്ള ഷീറ്റുകളൊക്കെ വെച്ചാണ് സാധാരണ ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാറ്. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും വരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഡോറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലർക്കും സംശയമുള്ളതാണ്. അത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഡോർ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും വളവോ കാര്യങ്ങളോ, തോംസൺ മൾട്ടിവുഡിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ഇതിൻ്റെ ഡോർ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇൻബിൽറ്റ് ആയിട്ട് SS-ൻ്റെ ഹാൻഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാക്കയുടെ ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. സൈഡ് എഡ്ജ് ജോയിൻ്റ് ചെയ്തിരിക്കുന്നു. ഉള്ളിൽ വന്നിരിക്കുന്നത് ലാമിനേറ്റ് ആണ്. ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന GTPT ആണ്. സാധാരണ നമ്മൾ പറയുന്ന പോലെ ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ. ഇതിലിപ്പോൾ സാധാരണഗതിയിൽ ഇത് ചെയ്തിരിക്കുന്നത് തോംസൺ മൾട്ടിവുഡ് കൊണ്ട് ആയതുകൊണ്ട് വെള്ളം വീണാലും പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ട്രേ. അതുകൊണ്ട് അതവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വാഷ് ബേസിൻ്റെ താഴെയും ഇവിടെ വെറ്റ് ഏരിയ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വെള്ളം വീഴുക എന്നുള്ളത്. അങ്ങനെ വെള്ളം വീഴുന്ന ഒരു ഇഷ്യൂ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. വെള്ളം വീണാലും ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയെല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒന്ന് കാണിക്കാനുള്ളത് ഈ ഡോറാണ്. സാധാരണ ഡോറുകൾ ചെയ്യുന്നത് നമ്മൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്ലഷ് ഡോർ ചെയ്തിട്ടുണ്ട്, അതായത് പാർട്ടീഷൻ ഡോറുകൾ ആയിട്ട് ഫ്ലഷ് ഡോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ തോംസൻ്റെ മൾട്ടിവുഡ് കൊണ്ടാണ്. ഈ ഏരിയയിൽ ഗ്രൂ ഒക്കെ കൊടുത്ത് ഇവിടെ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിലോട്ട് വന്നാൽ മനസ്സിലാവും, 2 മൾട്ടിവുഡ് ഒരുമിച്ച് ചേർത്ത് പ്രസ് ചെയ്ത്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഹാൻഡിൽ കൊടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ ഗ്രൂസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്ത് അത് ഏത് രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആ സെയിം സാധനമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഈ ഡോറും ചെയ്തിരിക്കുന്നത് നമ്മുടെ തോംസൺ മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ്. ലോക്കുകളൊക്കെ കൃത്യമായിട്ട് വെക്കാൻ സാധിക്കും. അതായത് നാളെ ഒരു അവസരത്തിലൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത് പ്രധാനമായിട്ടും തോംസൺ മൾട്ടിവുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആയിരിക്കണം എന്നുള്ളതുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്ന PU ഫിനിഷാണ്, അതായത് സ്പ്രേ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന PU ഫിനിഷ് വെച്ച് ഇത്രയും ഫിനിഷോടെ ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇത് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ്. പുറത്തോട്ട് ഇറങ്ങുന്ന ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും വെയിൽ, മഴ എല്ലാം കൃത്യമായിട്ട് കൊള്ളുന്ന ഒരു ഏരിയയും കൂടിയാണ്. അവിടെ ഈ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ കട്ടള ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ തോംസൺ മൾട്ടിവുഡിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ കാണുന്ന സംഗതി ഇത് നമ്മൾ CNC കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. CNC കട്ട് ചെയ്തെടുക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ് ആക്ച്വലി മൾട്ടിവുഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇത് കളേർഡ് ഷീറ്റാണ്, ഗ്രേ കളർ ഷീറ്റാണ്. അത് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ എങ്ങനെയോ അത് വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ തോംസൺ മൾട്ടിവുഡ് കൊണ്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് സ്ലാബ് വെച്ചിട്ടുണ്ട്. വെയിറ്റ് താങ്ങുമെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. വെയിറ്റൊക്കെ ഗംഭീരമായിട്ട് താങ്ങിക്കോളും. അത്രത്തോളം ലോഡ് ബാരിങ് കപ്പാസിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ചെടിച്ചട്ടി വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ കേസിൽ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല എന്നുള്ളതാണ് മൾട്ടിവുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഗ്രേ കളർ കാണുന്നത് 2 ചെടിച്ചട്ടികളും ഇവിടെ നമ്മുടെ തോംസൺ മൾട്ടിവുഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ ഗ്രേ കളർ ഷീറ്റാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ CNC കട്ട് ചെയ്ത ഗ്രേ കളർ ഷീറ്റാണ്. ഉള്ളിൽ മണ്ണിട്ട് അതിന് ചെടി വളർത്തിയിട്ടുണ്ട്. അവിടെ ഒന്നിലധികം ഏരിയാസിൽ ഇതുപോലെ ചെടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പല സൈസിൽ പല ഷേപ്പിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾക്ക് കാണേണ്ടത് നമ്മളിപ്പോൾ കണ്ട ഏരിയാസിൽ വ്യത്യസ്തമായിട്ട് ഇനി കാണേണ്ടത് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂമിൽ നമുക്ക് വാർഡ്രോബുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതും കാണാം. കൂടാതെ നമുക്ക് കാണേണ്ട ഒരു സ്ഥലം ബാത്റൂമാണ്. ബാത്റൂമിൽ കുബിക്കുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. ഈ ഏരിയ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ തന്നെയാണ്. 4 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ആൾ താമസിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ബെഡ്റൂമിലും കയറാനായിട്ടുള്ള നിർവാഹമില്ല. പക്ഷേ നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മുടെ തോംസൺ മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ടോ ബാക്കി എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ റൂമിലും അവർ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബുകൾ അത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ഗ്രേ വുഡ് കോമ്പിനേഷനാണ് ഇവിടെ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്.
ഒന്ന് ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ഇത് ഡോർ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ തോംസൻ്റെ മൾട്ടിവുഡിലാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ലാമിനേഷൻ കൊടുത്ത് ഉള്ളിലും അകത്തും ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു, എഡ്ജ് ബാൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ലാമിനേഷൻസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽസ് ഒരു പ്രത്യേകതയാണ്. ഇവിടെ വുഡൻ ഹാൻഡിൽസ്, ഒരു വുഡൻ സ്റ്റൈൽ ഹാൻഡിൽസാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ തന്നെ മറ്റൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് സമാനമായിട്ടുള്ള ഏരിയ, അതായത് യഥാർത്ഥത്തിലൊരു 5 ഡോർ വാർഡ്രോബാണ്. പക്ഷേ ഈ ഏരിയ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നു. ഇവിടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഗ്ലാസ്സൊക്കെ കൊടുക്കാൻ നേരത്ത് സ്ക്രൂയിങ് ഒക്കെ എത്രമാത്രം എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. തോംസൻ്റെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ക്രൂയിങ് ഒക്കെ വളരെ പക്കായായിരിക്കും. ഈ ഏരിയ ഇത് ഡ്രസ്സിങ് യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഡ്രസ്സിങ് യൂണിറ്റും ചെയ്തിരിക്കുന്നത് ഒരു മിറർ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്നത് തോംസൻ്റെ മൾട്ടിവുഡിൽ തന്നെയാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ്. ബാത്റൂം ക്യൂബിക്കിളുകൾ ഏറ്റവും അധികം തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ബാത്റൂം ക്യൂബിക്കിളുകൾ. ബാത്റൂം ക്യൂബിക്കിളുകൾ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് വെള്ളം എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയയൊക്കെ തിരിക്കുമായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ വെള്ളം വീഴുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ് നമ്മുടെ തോംസൺ മൾട്ടിവുഡ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ്. മാറ്റ് ഫിനിഷ് ടൈൽ കൊടുത്തിരിക്കുന്നു 9 mm. അതിൻ്റെ താഴെ നമ്മുടെ മൾട്ടിവുഡിലാണ് ഈ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത് ഗോല പ്രൊഫൈൽ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഹാൻഡിൽസ് ഇല്ലാതെ ഗോല പ്രൊഫൈൽ പോലെ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ മറ്റൊരു ബെഡ്റൂമിലേക്ക് കയറാം. ആ ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനം, ഇപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കയറി വന്നപ്പം ഞാൻ വിചാരിച്ചത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് വാർഡ്രോബാണ്. ഉള്ളിലേക്ക് വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. അതും ഡ്രസ്സ് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അത് തുറന്ന് കാണിക്കാത്തത്. ഇവിടെ ഈ ബെഡ് കോട്ടിൻ്റെ മുകളിലായിട്ട് ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തോംസൺ മൾട്ടിവുഡാണ്. അതിൻ്റെ മുകളിലേക്ക് ടീക്ക് വുഡ് കൊണ്ട് ലൂവേഴ്സ് പോലെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാർഡ്രോബും ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ തോംസൺ മൾട്ടിവുഡിൽ തന്നെയാണ്. ബാത്റൂമുകൾ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ബാത്റൂമുകളിൽ പലരും സീലിങ്ങുകൾ ചെയ്യാറുണ്ട്. ബാത്റൂം സീലിംഗ് എന്തിൽ ചെയ്യും എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ബാത്റൂമും നമ്മുടെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ കൃത്യമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റീമർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് നീരാവി പിടിക്കാനായിട്ടുള്ള സാധ്യതയല്ല, തീർച്ചയായിട്ടും നീരാവി പിടിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ സീലിംഗിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് തോംസൻ്റെ മൾട്ടിവുഡാണ്. വെള്ളം അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഒരു ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. വെള്ളം എത്രയൊക്കെ വീണാലും യാതൊരു പ്രശ്നവും വരാത്തൊരു പ്രൊഡക്റ്റ് കൂടിയാണ് തോംസൻ്റെ മൾട്ടിവുഡ്. ഇനി 2 ബെഡ്റൂമുകൾ ഇവിടെ ബാക്കിയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചില പരിമിതികളുള്ളതുകൊണ്ട് നമുക്ക് ആ 2 ബെഡ്റൂമും കാണിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് പ്രൊജക്റ്റ് ചെയ്തത് നമ്മുടെ ലിബർട്ടി പ്രൊജക്ട്സ് ആണ്. അതിൻ്റെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള അനീഷ എൻ്റെ ഒപ്പമുണ്ട്. അനീഷ നമസ്കാരം. നമുക്ക് ഇങ്ങോട്ട് ഇരിക്കുക അല്ലേ, ഇവിടെ ഇത്രയും ഭംഗിയുള്ളൊരു സീറ്റുള്ളപ്പോൾ നമ്മൾ നിൽക്കേണ്ടല്ലോ. നിങ്ങൾ ഈ ഒരു പൂർണ്ണമായിട്ട് മൾട്ടിവുഡ്, തോംസൻ്റെ മൾട്ടിവുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിലോട്ട് എത്താനായിട്ടുള്ള റീസൺ എന്താണ്? അതാണ് എൻ്റെ ഒരൊറ്റ ചോദ്യം. തടീനെ പകരം വി കൻ യൂസ് ഇറ്റ്, എക്സ്റ്റീരിയറിലും യൂസ് ചെയ്യാം. അപ്പം വെള്ളം വീണാലും അങ്ങനെ കുഴപ്പമൊന്നും വരാറില്ല. വുഡ് എന്ന് പറയുന്ന പോലെ മൾട്ടിവുഡ് ഒരു പകരക്കാരൻ തന്നെ എന്ന് വേണം നമുക്ക് പറയാം അല്ലേ? എന്ത് സ്റ്റൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഞങ്ങളുടെ ക്ലയൻറ്റ് ഞങ്ങൾ ബ്രീഫ് തന്നപ്പോൾ തന്നെ ദ ഫസ്റ്റ് തിങ് വാസ് ദേ വാണ്ടഡ് ഒരു കണ്ടംപററി ഒരു ഓപ്പൺ പ്ലാൻ ഉള്ള ഏരിയ. സോ ആക്ച്വലി ഞങ്ങളുടെ ലിവിങ് ഡൈനിങ് എല്ലാം ഇറ്റ്സ് ഓപ്പൺ ഫ്ലോർ പ്ലാൻ, പാർട്ടീഷൻസ് ഒന്നും ഇല്ല. സോ ആക്ച്വലി ആ ലിവിംഗ് റൂം മറ്റേ വിൻഡോ ഓപ്പൺ ചെയ്താൽ തന്നെ ഇറ്റ്സ് കണക്റ്റിംഗ് ടു ദ എക്സ്റ്റീരിയർ. ഇപ്പോൾ ഒരു ഫുൾ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ആ കളേഴ്സ് യൂസ് ചെയ്തും ഒരു മോണോക്രോമാറ്റിക് ഗ്രേഷ് ബേജ് സ്കീമിലാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കുറച്ച് സമയത്തോടെ നമ്മളോട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തോംസൺ മൾട്ടിവുഡിൻ്റെ ഗോഡൗണിലാണ്. അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പീസാണ്. നമുക്കിതൊന്ന് വളച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഒരു കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു പീസെന്ന് മാത്രമേ ഉള്ളൂ. നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇനി ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇപ്പം നമ്മളൊരു ഹോം ടൂറ് പോലെ എവിടെയൊക്കെ ഇൻറ്റീരിയർ ചെയ്യാം എന്നുള്ളത് കണ്ടു. പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ പ്രദീപ് സാറുണ്ട്. സാർ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. സാർ നമസ്കാരം. സാറ് ഇതിൻ്റെ ജനറൽ മാനേജറാണ്. ഓപ്പറേഷൻസ് നോക്കുന്നു. വളരെ കാലം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ. ആദ്യം ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നതാണ് മൾട്ടിവുഡ്. എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ കാലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ വന്ന സമയം തൊട്ട് കേൾക്കുന്നതാണ് മൾട്ടിവുഡ്. എല്ലാം മൾട്ടിവുഡാണ് ശരിക്കും. ഈ വിൽക്കുന്ന എല്ലാം മൾട്ടിവുഡാണ്. അപ്പോൾ ഈ യഥാർത്ഥ മൾട്ടിവുഡ് എന്ന് പറയുന്ന മൾട്ടിവുഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെ തന്നെ വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം പലർക്കും അറിയില്ല ഇങ്ങനൊരു ആക്ച്വലി തോംസൺ ഗ്രൂപ്പിൻ്റെ ഒരു ബ്രാൻഡ് നെയിമാണ് ഈ മൾട്ടിവുഡ്. ഈ കാണുന്ന പ്രൊഡക്റ്റ് അല്ലേ? ഈ ലോഗോയോട് കാണുന്ന തോംസൺ
ഗ്രൂപ്പിൻ്റെ തോംസൺ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം എല്ലാവരും മൾട്ടിവുഡ് എന്ന് പറയുന്നുണ്ട്. ടോട്ടലി ഇത് പറയുകയാണെങ്കിൽ ഒരു PVC ഷീറ്റ് എന്നാണ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ സെലൂക്ക ബോർഡ് എന്നാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇതിനെ അറിയപ്പെടുന്നത്. ഈ പറയുന്ന എല്ലാ മേഖലയിലുള്ള ആൾക്കാരും പല പല PVC ബോർഡുകൾ ഇറക്കാൻ തുടങ്ങി. അതൊക്കെ മൾട്ടിവുഡ് എന്ന് അറിയപ്പെട്ടു. ബി ഫ്രാങ്ക്, വേറൊരാൾക്കും മൾട്ടിവുഡ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ വിൽക്കാനോ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഇറക്കാനോ പറ്റില്ല. കാരണം ഇത് ഞങ്ങളുടെ ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആണ്. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്താണ്? രണ്ടും മൾട്ടിവുഡ് ആയിട്ട് കാണുന്നുണ്ട്. രണ്ടിന്റെ വ്യത്യാസം? ഇതിന്റെ രണ്ടും വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്ന് ഞങ്ങളുടെ പ്രീമിയം പ്രോഡക്റ്റ് തോംസൺ മൾട്ടിവുഡ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നത്. ശരി. ഇത് തോംസൺ മൾട്ടിവുഡ് റെഗുലർ. രണ്ടും വളരെ ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ട് പ്രോഡക്റ്റ് ആണ്. ഈ തോംസൺ മൾട്ടിവുഡ് പ്രീമിയം എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന ബോർഡുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു എക്സ്ട്രൂഷൻ മെത്തേഡിലാണ്. എക്സ്ട്രൂഷൻ മെത്തേഡിൽ ഡബിൾ എക്സ്ട്രൂഷനും ഉണ്ട്, സിംഗിൾ എക്സ്ട്രൂഷനും ഉണ്ട്. പ്രീമിയം ബോർഡ് എന്ന് പറയുന്നത് ഡബിൾ എക്സ്ട്രൂഷൻ മെത്തേഡിൽ ഉണ്ടാക്കുന്നതും വളരെ ഹൈ ഡെൻസിറ്റി ഉള്ള ബോർഡുകളുമാണ്. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്ക്രൂ. ഇന്ന് ഇന്ത്യയിൽ 0.75 ഡെൻസിറ്റി ഉള്ള ഒരു 0.75 ഡെൻസിറ്റി ഉള്ള ബോർഡാണ്. ഇപ്പോൾ പൈപ്പുകൾ പോലും ISI നോംസൺ പ്രകാരം ലെഡ് ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു ലെഡ് ഫ്രീ പ്രൊഡക്റ്റ് കൂടിയാണ്. അതെ, ഹെൽത്ത് ഹസാർഡസ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അതെ, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് തോംസൺ മൾട്ടിവുഡ് റെഗുലർ. ഇതിന് 0.7 ഡെൻസിറ്റി ഉണ്ട്. ഇത് പക്ഷേ സിംഗിൾ എക്സ്ട്രൂഷനാണ്. അത്രത്തോളം ഡെൻസിറ്റിയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു കാരണവശാലും പ്രീമിയവും ഈ റെഗുലറും തമ്മിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. രണ്ടും പ്രോസസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് എല്ലാവരും പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ്, ഇത് വാട്ടർ പ്രൂഫാണ്, അതുപോലെ ചിതലെടുക്കത്തില്ല, ഫയർ റിട്ടാർഡൻ്റ് ആണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള പ്രൊഡക്റ്റാണ്. ഇത് 230 രൂപയ്ക്കാണ് ഒരു ഡീലർ ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് സെല്ല് ചെയ്യുന്നത്. ഡേറ്റ് കൂടെ പറഞ്ഞേക്കാം, 15-ാം തീയതി ഫെബ്രുവരി മാസം 2022 ഒരു റേറ്റാണ് നമ്മൾ പറയുന്നത്. റേറ്റ് ലോജിസ്റ്റിക്സ് ഒക്കെ ഇപ്പോൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് 205 രൂപയാണ് 18 mm സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റെഗുലറിന്. അതെ, ഇത് രണ്ടും പ്രോഡക്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ സാറ് ചോദിച്ചോട്ടെ, ഇവിടെ നമ്മളിപ്പോൾ ഇതിന് കളേർഡും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 5 കളേഴ്സ് ഉണ്ട്. വൈറ്റ് ആണ് യൂണിവേഴ്സൽ കളർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 5 കളേഴ്സ് കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ഐവറി ഉണ്ട്, ചോക്ലേറ്റ് കളറും ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് 225 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് അല്ലേ? അതെ, ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കളേഴ്സിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് മൾട്ടിവുഡ്, തോംസൺ മൾട്ടിവുഡ് ബ്രാൻഡിൽ വരുന്ന ഹൈ ഗ്ലോസ് ആണ്. ഹൈ ഡെൻസിറ്റി പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിന് കുറച്ചൊരു റേറ്റ് കൂടുതൽ. കാരണം ഇതിന്റെ പ്രോസസ് ഡിഫറെന്റ് ആണ്. ഇതിലോട്ട് വരുമ്പോൾ കുറച്ച് കുറയും. ഇത് ഞങ്ങൾ പറയുന്ന തോംസന്റെ എക്കണോമി റേഞ്ച് ഗ്ലോസിനെസ് കുറച്ച് കുറഞ്ഞിരിക്കും. സെമി ഗ്ലോസി എന്ന് പറയും. ഇക്കോ ബോർഡ് ഇതിന് എക്കോ ബോർഡ് എന്നാണ് പറയുന്നത്. രണ്ടിനും ഡിമാക്കിയിട്ടുണ്ട്. രണ്ടിന്റെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ 185 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് മാർക്കറ്റിൽ വിൽക്കുന്നത് അല്ലേ? ഇനി ഇതിന്റെ എക്കോ ബോർഡ് ഇപ്പം നമ്മൾ കണ്ടത് ഒരു ബ്ലാക്ക് കളറാണ്. ഇതിന്റെ വൈറ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? ഈ എക്കോ ബോർഡിന്റെ വൈറ്റ് ആണ് ഇവിടെ നിങ്ങൾ ഡിസ്പ്ലേയിലുള്ളത്. വൈറ്റ് എക്കോ ബോർഡ്. ഇത് സാർ എത്ര ഡെൻസിറ്റി വരും? ഇത് 0.63 ഡെൻസിറ്റിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് റേറ്റിലും വ്യത്യാസം വരും. 175 രൂപ സ്ക്വയർ ഫീറ്റ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഇതിൽ സ്ലൈറ്റ്ലി ഡെൻസിറ്റി, പക്ഷെ ക്വാളിറ്റി 0.63 തന്നെ നല്ലൊരു ഡെൻസിറ്റിയാണ് ഈ ഇന്റീരിയർ വർക്കിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള. എപ്പോഴും ഡെൻസിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള സ്ക്രൂ ഹോൾഡിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള ക്വാളിറ്റി കോൺഷ്യസ് നോക്കുകയാണെങ്കിലും ഇതും മച്ച് സുപ്പീരിയർ ദാൻ മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു ബോർഡുമായിട്ട് നോക്കുകയാണ്. ഇൻ കേസ് ചെറിയൊരു മാർജിനൽ ഡെൻസിറ്റി ഡിഫറൻസിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് തോംസന്റെ ഗ്രീൻ വുഡ് എന്ന് പറയുന്നത്. ഇതിന് എത്രയാണ് സാർ ഡെൻസിറ്റി വരും? ഇത് 0.6 ഡെൻസിറ്റിയാണ്. 0.6, അതായത് ഞങ്ങളെ സംബന്ധിച്ചോളം 0.6-ൽ താഴെ ഒരു ഡെൻസിറ്റി ഞങ്ങൾ വിൽക്കുന്നേ ഇല്ല. ഓക്കെ, ഇത് വരുമ്പോൾ 160 രൂപയാണ് കസ്റ്റമർ റേറ്റ് വരുന്നത്. പിന്നെ പല കസ്റ്റമേഴ്സും നോക്കുമ്പോഴത്തേക്കും ഡെൻസിറ്റി നോക്കാനായിട്ട് പലരും വന്ന് ഞെക്കി നോക്കും, കുത്തി നോക്കുക, അങ്ങനെയൊന്നുമല്ല. ഡെൻസിറ്റി ചെയ്യാനായിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ടെസ്റ്റും മെഷർമെൻറ്റും ഒക്കെ ഉണ്ട്. ഡെഫിനറ്റ്ലി ഡെൻസിറ്റി ആസ് എ നോക്കുകയാണെങ്കിൽ ഈ ഒരു തോംസൺ മൾട്ടിവുഡ് റെഗുലർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഒന്ന് വെയ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 8x4 ആണ് സൈസ്. 8 feet into 4 feet. ഇത് വെയ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 38 കിലോ കാണും. അത്രയും വെയിറ്റ് ഉണ്ട്. അത്ര വെയിറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ മാർക്കറ്റിൽ ഏതൊരു ബോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 0.55 അല്ലെങ്കിൽ 0.53 ഡെൻസിറ്റി, അതൊക്കെ 27 കിലോ 28 കിലോ ആയിരിക്കും. 10 കിലോ ഒരു ബോർഡിൽ കിട്ടുന്ന ഡിഫറൻസ് അത് ക്വാളിറ്റിയിൽ പ്രകടമാണ്. തീർച്ചയായും.
ഇതിൻ്റെ തന്നെ എല്ലാ സൈസും ഇപ്പോൾ 8x4 സാറ് പറഞ്ഞു, എനിക്ക് തോന്നുന്ന ഏതൊക്കെ സൈസ് കിട്ടാം, തിക്നെസ് ഏതൊക്കെയാണ് സാർ അവൈലബിൾ? നമുക്ക് 5 mm തൊട്ട് അവൈലബിൾ ആണ്. 5 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട്, 17 ഉണ്ട്, 18 ഉണ്ട്, 25 ഉണ്ട്. ഇത്രയും വേരിയൻസ് ഉണ്ട്. ഇനി സാറേ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതെന്ത് പ്രോഡക്റ്റാണ്? ഇത് ഞങ്ങളുടെ ലാമിനേറ്റഡ് പ്രോഡക്റ്റാണ്, പ്രീ ലാമിനേറ്റഡ് ഷീറ്റ്സ് ആണ്. അതായത് നമ്മൾ സാധാരണ മൾട്ടിവുഡ് തോംസൺ മൾട്ടിവുഡ് ഷീറ്റ്സ് ഉണ്ടല്ലോ, അതിന് മുകളിൽ ഞങ്ങൾ PVC ഫിലിം പേസ്റ്റ് ചെയ്തിട്ട് PVC ഫിലിം തന്നെയാണ്. സോ ഇത് 100% വാട്ടർ പ്രൂഫാണ്. വൺസ് അഗെയിൻ ഇത് ഇളകിപ്പോരുന്നോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചെയ്യുന്നില്ല. സാധാരണ ചിലർ ലാമിനേറ്റ്സോ അല്ലെങ്കിൽ വിനീറോ ഒക്കെ ഒട്ടിക്കുന്നുണ്ട് ഇതിന് മുകളിൽ. അതിന് പകരമായിട്ട് നമ്മൾ PVC ഫിലിം തന്നെ ഇതിന് മുകളിൽ, അതൊരു ജർമ്മൻ ടെക്നോളജിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ജർമ്മൻ ഗ്ലൂ പ്ലസ് മെഷീനും ജർമ്മനാണ്. 6 വുഡൻ ഷീറ്റ്സിൽ അവൈലബിൾ ആണ്. ഇവിടെ കാണുന്ന ഇത് ടീക്ക് ആൻഡ് ഇത് റോസ് വുഡുമാണ്. വാൾനട്ട് ഉണ്ട്, ചെറി ഉണ്ട്, അങ്ങനെ കുറച്ച് ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 270 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് സാറ് പറഞ്ഞതിന് പ്രകാരം. അതെ. ഇനി നമ്മുടെ ഈ വേറൊരു പ്രോഡക്റ്റാണ് HPL ഷീറ്റ് അല്ലേ? HPL ബേസിക്കലി എക്സ്റ്റീരിയർ പ്ലസ് ഇന്റീരിയർ രണ്ടിനും ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റാണ്. HPL എന്ന് പറയുമ്പോൾ അതിന് ഹൈ പ്രഷർ ലാമിനേറ്റ്സ് ആണ്. വേറെ എന്തൊക്കെയാണ് നമുക്കൊന്ന് ഓടിച്ച് പറയാൻ പറ്റും? വേറെ എന്തൊക്കെ ഞങ്ങൾക്ക് ടെക്വുഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ടെക്വുഡ് എന്ന് പറയുന്നത് ഈ ക്ലാഡിങ് ആപ്ലിക്കേഷൻ, അതുകൂടാതെ ഈ പറയുന്ന ഗേറ്റിൽ ഗേറ്റ് ആപ്ലിക്കേഷൻ, സ്വിമ്മിംഗ് പൂൾ ഡെക്കിംഗ് ആപ്ലിക്കേഷൻ, ബാൽക്കണി ഡെക്കിംഗ് ആപ്ലിക്കേഷൻസ്, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഞങ്ങൾക്കുള്ള തോംസൻ്റെ തന്നെ ഒരു ക്ലാഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇതേ സൈസിൽ 8x4 സൈസിൽ വുഡൻ ഷെയ്ഡ് അവൈലബിൾ ആണ്. അത് എക്സ്റ്റീരിയർ ആസ് വെൽ ആസ് ഇന്റീരിയർ പ്രോഡക്റ്റ് ആണ്. അതാണോ 5 വുഡ്? അല്ല, അത് വേറെയാണ്. WPC ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് പ്രോഡക്റ്റുകൾ ഇപ്പോൾ പുതുതായിട്ട് വന്ന പ്രോഡക്റ്റിന്റെ പേരാണ് താങ്കൾ പറഞ്ഞത് എന്ന് പറയുന്നത്. ഫൈവുഡ് നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഇപ്പോൾ ആസ് എ കമ്പനി എന്നുള്ള നിലയിൽ എപ്പോഴും കസ്റ്റമർക്ക് വാറണ്ടി കൊടുക്കുന്നത്, സർവീസ് കൊടുക്കുന്നത് ഒക്കെ കമ്പനി തന്നെയാണ്. നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രോഡക്ട്സിന് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം വാറണ്ടി. പക്ഷേ ഇതിൻ്റെ ലൈഫ് എന്താണെന്ന് ഇതുവരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ IS സ്പെസിഫിക്കേഷൻ അനുസരിച്ച് IS സ്പെസിഫിക്കേഷൻ ഒന്നും ആയിട്ടില്ല ഈ പ്രോഡക്റ്റ്. എങ്ങനെയാണ് നമ്മുടെ സർവീസ് നെറ്റ്വർക്ക് ഒന്നും പറഞ്ഞിട്ട്? ഈ ഒരു കമ്പനി സൗത്ത് ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് മേജർ സെൻറ്റേഴ്സിലെല്ലാം തന്നെ ഞങ്ങളുടെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ബാംഗ്ലൂർ ആയാലും, കോയമ്പത്തൂർ ആയാലും, മംഗലാപുരം ആയാലും, ഈവൻ വിശാഖപട്ടണം ആയാലും എല്ലായിടത്തും ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഔട്ട്സൈഡ് കേരള. കേരളത്തിൽ മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 200 കൂടുതൽ ഡീലേഴ്സ്, അതായത് ലുക്ക് ആൻഡ് കോർണർ എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെ പോയാലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഞങ്ങളുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾക്ക് സെയിൽസിൽ ആൾക്കാരുണ്ട്. അവർ ഏത് സർവീസിനും അവർ അവൈലബിൾ ആണ്. ഒരു വെളിപ്പാട് അകലെയാണ്. എപ്പോഴും പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മൾട്ടിവുഡ് എന്ന് പറയുമ്പോൾ തോംസൻ്റെ മൾട്ടിവുഡ് ആണ് എന്ന് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചതിന് ശേഷം ഇവരെ ഡെഫിനറ്റ്ലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം വാങ്ങിക്കുന്ന എല്ലാം തന്നെ മൾട്ടിവുഡ് എന്ന് പറയുന്നെങ്കിലും തോംസൻ്റെ ബ്രാൻഡ് നെയിമാണ് മൾട്ടിവുഡ്. തോംസൻ്റെ സ്റ്റിക്കർ നോക്കി ചോദിച്ച് വാങ്ങിക്കുക. പലപ്പോഴും കമ്പനികളിൽ വീഡിയോ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇത് ഒരു മാനുഫാക്ചേഴ്സാണ് അല്ലെങ്കിൽ അത് ട്രേഡ് ആൻഡ് സെയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരൊരു റേറ്റ് പറയാൻ തയ്യാറാവാറില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ റേറ്റ് കൂടെ പറയണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഒരു കസ്റ്റമർ റേറ്റ് എനിക്ക് പറഞ്ഞു തന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം. അപ്പോൾ എന്തായാലും സാർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. തോംസൺ കമ്പനിയുടെ ബ്രാൻഡായിട്ടുള്ള മൾട്ടിവുഡ്. അവരുടെ ബാക്കി പ്രോഡക്റ്റുകൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലുള്ള മികച്ച വീഡിയോസ് ഇനിയും വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, കൂടാതെ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.